1605 അല്ലെങ്കിൽ 1606, ചില ടെസ്റ്റുകളിൽ 1606 എന്ന് കാണുവേ. 1627 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബർ ആണ് അല്ലെ. സൺ ഓഫ് അക്ബർ ആണ്, അക്ബറിന്റെ മകനാണ് അക്ബർ. അക്ബർ. ജഹാംഗീർ. ജഹാംഗീർ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. റീസൺ ഞാൻ പറയാം. ഓക്കെ. ജഹാംഗീറിന്റെ കാലഘട്ടം അറിയപ്പെടുന്നത് ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ പെയിന്റിംഗ് എന്നാണ്. ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ പെയിന്റിംഗ്. ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ എന്നല്ല, ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ പെയിന്റിംഗ് എന്നാണ്. മുഗൾ പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. ആരുടെ കാലഘട്ടമാണ്? ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. നോക്കിക്കൊള്ളേ, ജഹാംഗീറിന്റെ യഥാർത്ഥ പേരാണ് സലിം. യഥാർത്ഥ പേരാണ് സലിം. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളായിരിക്കും ഷെയ്ഖ് സലിം ചിസ്തി. സൂഫി സെയിന്റ് ആയിട്ടുള്ള ഷെയ്ഖ് സലിം ചിസ്തി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഇദ്ദേഹത്തിന് അക്ബർ സലിം എന്നുള്ള പേര് നൽകിയത്, സലിം എന്നുള്ള പേര് കൊടുത്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? സലിം എന്നാണ്. യഥാർത്ഥ പേര് സലിം എന്നാണ്. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് സലിം എന്നാണ്. അക്ബറിന്റെ മകനാണ്. ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത് ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ജഹാംഗീറിന്റെ പീരീഡിലാണ്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ വൈഫാണ്, ഒരുപാട് വൈഫ്സ് ഉണ്ടായിരിക്കാം. ഇദ്ദേഹത്തിന്റെ വൈഫാണ് മെഹ്റുന്നിസ. ഇദ്ദേഹത്തിന്റെ ഒരു വൈഫാണ് മെഹ്റുന്നിസ. നിങ്ങൾ കേട്ടിട്ടുള്ള പേരായിരിക്കും മെഹ്റുന്നിസ. ഈ മെഹ്റുന്നിസ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. കാരണം ഈ മെഹ്റുന്നിസയ്ക്ക് ജഹാംഗീർ കൊടുത്ത ടൈറ്റിലാണ് അല്ലെങ്കിൽ മെഹ്റുന്നിസ അറിയപ്പെടുന്ന വേറൊരു പേരാണ് നൂർജഹാൻ. നൂർജഹാൻ ആരുടെ വൈഫാണെന്ന് ചോദിച്ചാൽ ആരുടെ വൈഫാണ്? ജഹാംഗീറിന്റെ ആണ്. നൂർജഹാൻ എന്നറിയപ്പെടുന്നത് മെഹ്റുന്നിസയാണ്. നൂർജഹാൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തത് ജഹാംഗീർ ആണ്. ഇപ്പൊ ജഹാംഗീറിന്റെ ഭാര്യയുടെ പേരാണ് ആര്? മെഹ്റുന്നിസ. ഒരു ഭാര്യയുടെ പേരാണ് പറഞ്ഞ മെഹ്റുന്നിസ. നോക്കിയാലേ, ജഹാംഗീർ ജനിക്കുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. ജഹാംഗീർ ജനിക്കുന്നത് എവിടെയാണ്? ഫത്തേപൂർ സിക്രി. എന്നാൽ ഇദ്ദേഹം ജനിക്കുന്ന സ്ഥലം ഒരു ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് ഹി ഡൈഡ് അറ്റ്. മരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് അല്ല. ഈ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാഹോറിലാണ്. ലാഹോർ. ഓക്കെ. ഞാൻ ഒന്നുകൂടെ പറയാം. 1605 1627 ഇടയ്ക്ക് മുഗൾ അല്ലെങ്കിൽ ഡൽഹി ഭരിച്ച മുഗൾ രാജാവാണ് ആര്? ജഹാംഗീർ. അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് സലിം. ഞാൻ നേരത്തെ പറഞ്ഞു, സൂഫി സെയിന്റ് ആയിട്ടുള്ള ഷെയ്ഖ് സലിം ചിസ്തിയുടെ ഓർമ്മയ്ക്കായിട്ട് അക്ബർ കൊടുത്ത പേരാണ് ഇത് സലിം എന്നുള്ള. അതായത് അക്ബറിനല്ലേ പേര് കൊടുക്കാൻ പറ്റുള്ളൂ മകന്റെ. അപ്പോ സലിം എന്നുള്ള പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. മുഗൾ കാലഘട്ടത്തിലെ പെയിന്റിങ്ങിന്റെ ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ പെയിന്റിംഗ് എന്നറിയപ്പെടുന്നത് ഈ ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരാണ് മെഹ്റുന്നിസയ്ക്ക് ജഹാംഗീർ കൊടുത്ത ടൈറ്റിലാണ് നൂർജഹാൻ. ഇദ്ദേഹം ജനിക്കുന്നത് ഫത്തേപൂർ സിക്രിയിലാണെങ്കിലും അത് ഇമ്പോർട്ടന്റ് അല്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ ടോംബ്, ഇദ്ദേഹം മരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാഹോറിലാണ്. ഇദ്ദേഹത്തിന്റെ ടോംബ് എവിടെയാണ്? ലാഹോറിലാണ്. ഇത്രയും ഇദ്ദേഹത്തിനെ കുറിച്ച്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അതുപോലെ ഇദ്ദേഹം ഇവരുടെ ഇതിന് പേരലായിട്ട് ഇന്ത്യയിൽ ഒരു മതം വളർന്നു വരുന്നുണ്ട്. ഇതിന് പേരലായിട്ട് ഇന്ത്യയിൽ ഒരു റിലീജിയൻ വളർന്നു വരുന്നുണ്ട്. ആ റിലീജിയൻ ആണ് സിഖ് മതം. സിഖ് മതം. ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും ഉള്ള ആശയങ്ങളെ കൂടിച്ചേർത്തിട്ടുള്ള ഒരു മതമാണ് സിഖ് മതം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നോക്കിക്കോളെ, സിഖ് മതം ഇതിന് പാരലായിട്ട് വളർന്നു വരികയാണ്. സിഖ് റിലീജിയനിൽ 10 ഗുരുസ് ഉണ്ട്, 10 ഗുരുക്കന്മാരുണ്ട്, 10 ഗുരുവുണ്ട്. എത്ര ഗുരു? 10 ഗുരുസ് ഉണ്ട്. ഓക്കെ. നമുക്ക് സിഖ് റിലീജിയൻ പഠിക്കാം. അതിലെ അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ കൊന്ന ആളാണ് ആര്? ജഹാംഗീർ. ഹി കിൽഡ്
സിഖ് ഗുരു. സിഖ് ഗുരു എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഗുരു അർജുൻ ദേവ്. ഗുരു അർജുൻ ദേവ്. ഗുരു അർജുൻ ദേവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അമൃത്സർ ഇല്ലേ, അമൃത്സർ, ഗുരു അർജുൻ ദേവ്. അമൃത്സർ സിറ്റി അല്ല, അമൃത്സറില് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ ഇല്ലേ, ഗോൾഡൻ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്ത വ്യക്തിയാണ് ആര്? 5ാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള ഗുരു അർജുൻ ദേവ്. ഇവിടെ നമ്മുടെ ഗോൾഡൻ ടെമ്പിള് കൺസ്ട്രക്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അർജുൻ ദേവാണ്. 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവാണ്. ആ അർജുൻ ദേവിനെ എക്സിക്യൂട്ട് ചെയ്ത ആളാണ്, കൊന്ന ആളാണ് ആര്? ജഹാംഗീർ. ജഹാംഗീർ എക്സിക്യൂട്ടഡ് 5th സിഖ് ഗുരു അർജുൻ ദേവ് എക്സിക്യൂട്ടഡ്. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഹിസ്റ്ററിയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ഇംഗ്ലീഷുകാർ. അതിൽ ഒന്നാമത്തെ ആളാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. Captain William Hawkins visited the court of which Mughal ruler? ജഹാംഗീർ. ജഹാംഗീറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ആളാണ്. 1608. ജഹാംഗീറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ആൾ ആരാണെന്ന് ചോദിക്കത്തില്ല, തിരിച്ചേ ചോദിക്കത്തുള്ളൂ. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് വിസിറ്റ് ചെയ്തപ്പോ മുഗൾ കോർട്ട് വിസിറ്റ് ചെയ്തത് ഏത് മുഗൾ രാജാവിന്റെ കോട്ടാണെന്ന് ചോദിച്ചാൽ ആരുടെ കോട്ടാണ്? ജഹാംഗീറിന്റെ കോട്ടാണ്. എന്തിനാണ് വിസിറ്റ് ചെയ്യുന്നത്? 1608 വിസിറ്റ് ചെയ്യുന്ന വർഷം. 1600 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആയി. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. 1600 AD ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ആവുന്ന വർഷമാണ് 1600 AD, 1600 AD. ഓക്കെ, അവര് വന്നതിന് ശേഷം അവര് എസ്റ്റാബ്ലിഷ് ആയാലോ, അവർക്ക് കൂടുതൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അവകാശങ്ങൾ അവർക്ക് അതിനു വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വില്യം ഹോക്കിൻസ് വിസിറ്റ് ചെയ്യുന്നത്, കോർട്ട് വിസിറ്റ് ചെയ്യുന്നത്. ജഹാംഗീർ സമ്മതിക്കുന്നില്ല, തിരിച്ചു പോകുന്നു. പിന്നീട് വേറൊരാൾ കോർട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സർ തോമസ് റോ. സർ തോമസ് റോ വിസിറ്റ് ചെയ്യുന്നത് ആരുടെ കോർട്ടിലാണെന്ന് ചോദിച്ചാൽ, ഏത് മുഗൾ രാജാവിന്റെ കോർട്ടിലാണെന്ന് ചോദിച്ചാൽ ആരുടെ കോർട്ടിലാണ്? ജഹാംഗീറിന്റെ കോർട്ടിലാണ്. വിസിറ്റ് ചെയ്യുന്ന വർഷമാണ് 1615 AD, 1615. എന്തിനാണ് വീണ്ടും വരുന്നത്? ഇപ്പൊ വരുന്നത് സർ തോമസ് റോ വരുന്നത് നേരത്തെ വില്യം ഹോക്കിൻസ് വന്ന അതേ കാര്യത്തിന് തന്നെയാണ്. ഇവിടെ ട്രേഡിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഓക്കെ, പക്ഷെ തോമസ് റോ വരുന്നത് അംബാസിഡർ ആയിട്ടാണ്. ആരുടെ അംബാസിഡർ ആയിട്ടെന്ന് ചോദിച്ചാൽ കിങ് ജെയിംസ് I അപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള കിങ് ജെയിംസ് I അംബാസിഡർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇവർ രണ്ടുപേരും വിസിറ്റ് ചെയ്തത് ആരുടെ കോർട്ടിലാണെന്ന് ചോദിച്ചാൽ ആരുടെ കോർട്ടിലാണ്? ജഹാംഗീറിന്റെ കോർട്ടിലാണ്. അത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ്. സർ തോമസ് റോയ്ക്ക് അന്ന് ഹോക്കിൻസിന് കൊടുക്കാത്ത പെർമിഷൻ സർ തോമസ് റോയ്ക്ക് കൊടുത്തു. എന്തിന്? ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ഒരുക്കി കൊടുത്തു. ലൈക്ക് ഗുജറാത്തില്, സൂറത്തില് പോർട്ട് കൺസ്ട്രക്ട് ചെയ്യണം ഇവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം. എന്ത്? ഗുജറാത്തിലെ സൂറത്തില് ഒരു പോർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ. ടു കൺസ്ട്രക്ട് എ പോർട്ട് ഇൻ സൂറത്ത്, ഗുജറാത്തിലെ സൂറത്തില്. അങ്ങനെ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ട്രേഡിംഗ് പോർട്ട് വരുന്നത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ട്രേഡിംഗ് പോർട്ട് വരുന്നത് എവിടെ തന്നെയാണ്? സൂറത്തിൽ തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെയാണ് സൂറത്ത് ഗുജറാത്തിലെ. ഓക്കെ, അപ്പോ വില്യം ഹോക്കിൻസ് വന്നതും സർ തോമസ് റോ വന്നതും ആരുടെ കോർട്ടിലാണ്? ജഹാംഗീറിന്റെ കോർട്ടിലാണ്. വില്യം ഹോക്കിൻസിന് അനുവാദം കൊടുത്തില്ല, ചോദിക്കില്ല. വന്ന വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു, 1608. മിക്കവാറും ചോദ്യത്തിൽ രണ്ടുപേരുടെയും പേര് തന്നിട്ടായിരിക്കും ചോദിക്കുക. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആൻഡ് തോമസ് റോ വിസിറ്റഡ് ദ കോർട്ട് ഓഫ്, ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക, രണ്ടുപേരുടെയും പേര് തന്നിട്ട്. അപ്പോ തോമസ് റോ വന്ന വർഷം 1615 AD. അങ്ങനെ വന്നിട്ട് ഇവിടെ ആദ്യത്തെ
ട്രേഡിംഗ് പോർട്ട് ഇവിടെ സൂറത്തിൽ സെറ്റപ്പ് ചെയ്തു. ഫസ്റ്റ് ഫാക്ടറി വരുന്നത് സൂറത്തിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റ് ഫാക്ടറി വരുന്നത് എവിടെ തന്നെയാണ്? സൂറത്തിലാണ്. ഗുജറാത്തിലെ സൂറത്തിലാണ് ഫസ്റ്റ് ഫാക്ടറി വരുന്നത്. എവിടെയാണ്? സൂറത്തില്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ തന്നെ ഈ 1615 ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അത് ഒരു ബാറ്റിലാണ്. ബാറ്റിലിന് പേരില്ല. സംഭവം ഇത്രേ ഉള്ളൂ. റാണ അമർ സിംഗ്. ആരാണ്? റാണ അമർ സിംഗ്. മഹാറാണ പ്രതാപ് സിംഗിന്റെ മകനായിട്ടുള്ള റാണ അമർ സിംഗിനെ ജഹാംഗീർ ഡിഫീറ്റ് ചെയ്യുന്നു. രാജ അമർ സിംഗ്. ഓക്കെ, ആരാണ് രാജ അമർ സിംഗ്? ചോദിക്കില്ല ആരാണെന്ന്. മഹാറാണ പ്രതാപിന്റെ മകനായിട്ടുള്ള രാജ അമർ സിംഗിനെ ജംഗ് ഡിഫീറ്റ് ചെയ്യുന്നു. വർഷം അത് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും എഴുതിക്കും 1615. ഓക്കെ, ഇതില് ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ പിന്നീട് വേറൊരു സിഖ് ഗുരുവിനെ കൊല്ലും. വേറൊരു മുഗൾ രാജാവ് വേറൊരു സിഖ് ഗുരുവിനെ കൊല്ലും. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ചോദിക്കാൻ വളരെ കൺഫ്യൂഷൻ വരുത്തി ചോദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ആ 4 കാര്യങ്ങൾ പറയാനുള്ള. നിങ്ങൾക്കറിയാം, ഇവര് ഓട്ടോബയോഗ്രഫീസ് അല്ലെങ്കിൽ ബയോഗ്രഫീസ് എഴുതാറുണ്ട് അല്ലെ? അപ്പോ ജഹാംഗീറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസുക്കി ജഹാംഗീറി. ഇദ്ദേഹത്തിന്റെ ടോംബ് ലാഹോറിലാണ്, ഞാൻ അത് പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേര് സലിം എന്നല്ലേ? നോക്കിക്കൊള്ളേ, ഇത് ജഹാംഗീറിന്റെ സ്റ്റോറി പറയുന്ന അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അനാർക്കലി സലിം. ഇത് എ ലവ് സ്റ്റോറി ഓഫ് ജഹാംഗീർ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞതാണ്, ചോദിക്കത്തൊന്നുമില്ല. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടോംബ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് ജഹാംഗീറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ജഹാംഗീറിന് ശേഷം വരുന്ന ആളാണ് ഷാജഹാൻ. അപ്പൊ നിങ്ങള് എല്ലാരും ഇത് എക്സാം ഉള്ളവരെല്ലാരും നോക്കിയിട്ട് പറയണേ എന്നാണെന്ന്. 1628 മുതൽ 1658 വരെ. വർഷം ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ, ചോദിക്കത്തൊന്നുമില്ല. ഓക്കെ, ഷാജഹാൻ. ഷാജഹാന്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് ഖുറം. KHURRAM. ഖുറം. ചൈൽഡ്ഹുഡ് നെയിമാണ് ഖുറം. അപ്പൊ ഖുറം എന്നുള്ളത് ആരുടെ പേരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ്? ഷാജഹാന്റെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ പെയിന്റിംഗ് എന്ന്. എന്നാൽ ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ എംപയർ എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ പീരീഡ് ആണ്. ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ എംപയർ. അതുപോലെ തന്നെ ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അത് ഷാജഹാന്റെ കാലഘട്ടമാണ്. ഷാജഹാന്റെ ഫാദർ ആരാണ്? ജഹാംഗീർ ആണ്. മദർ ആണ് ജോധാബായി അല്ലെങ്കിൽ ജഗത് ഗോസായി. രണ്ടാമത് പറഞ്ഞ പേരായിരിക്കും ചോദിക്കുവാണെങ്കിൽ
തരാൻ സാധ്യത കൂടുതലുള്ളത്. ജഗത് ഗോസായി ആണ് ആര്? അമ്മ, മദർ ആണ്. ചൈൽഡ്ഹുഡ് നെയിമാണ് ഖുറം. ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ എംപയർ അല്ലെങ്കിൽ മുഗൾ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ പീരീഡ് ആണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് ജോധാബായി അല്ലെങ്കിൽ ജഗത് ഗോസായി. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുടെ പേരാണ് അറിയാലോ, മുംതാസ്. അറിയാവുന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നോക്കിക്കോണേ, രണ്ട് പോളിസീസ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നേരത്തെ രണ്ട് പോളിസീസിന്, ആ രണ്ട് പോളിസി ഒരുമിച്ചേ ചോദിക്കത്തുള്ളൂ. നോക്കിക്കോളെ, ഡെക്കാൻ പോളിസിയും ഫോറിൻ പോളിസിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ചെയ്ത മുഗൾ എംപറർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാജഹാനാണ്. ഏതൊക്കെ? ഒരുമിച്ചേ ചോദിക്കത്തുള്ളൂ. ഡെക്കാൻ പോളിസിയും ആൻഡ് ഫോറിൻ പോളിസി. എന്താണ് ഇത്? നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്ന് ഫോറിൻ അറ്റാക്സിനും ഒന്ന് സൗത്ത് ഇന്ത്യൻ അറ്റാക്സിനും പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഇങ്ങനെ ഒരുമിച്ച് ചോദിക്കത്തുള്ളൂ. ചോദിക്കുവാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മുഗൾ എംപറർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഷാജഹാനുമായി റിലേറ്റ് ചെയ്തതാണ്. ഷാജഹാനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോളേ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ഇത്രയും നേരം ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് ഖുറം. ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ എംപയർ അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സമയമാണ്. ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് ജോധാബായി അല്ലെങ്കിൽ ജഗത് ഗോസായി. അത് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. അതുപോലെ ഒരു വൈഫിന്റെ പേരാണ് അത് മുംതാസ്. ഓക്കെ, ഡെക്കൻ പോളിസിയും ഫോറിൻ പോളിസിയും ആര് പുട്ട് ഫോർവേഡ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാൻ. ഓക്കെ, നോക്കിക്കൊള്ളേ, ഇദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബർ ഫത്തേപൂർ സിക്രിയിലോട്ട് എല്ലാം ചേഞ്ച് ചെയ്ത് വരുന്നു എന്ന്, അല്ലെ? നോക്കിക്കൊള്ളേ, ആഗ്രയിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റല് ഡൽഹിയിലോട്ട് മാറ്റുന്നുണ്ട്. He changed the capital from Agra to Delhi 1638. ആഗ്ര ടു ഡൽഹി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു മുഗൾ ആർക്കിടെക്ചറിന്റെ പീക്ക് ഒക്കെ വരുന്നത് ഇദ്ദേഹത്തിന്റെ സമയമാണത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന വേറൊരു പേരാണ് ബിൽഡർ ബാദ്ഷാ. ബിൽഡർ ബാദ്ഷാ എന്നറിയപ്പെടുന്ന മുഗൾ എംപറർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാനാണ്. ഇതെല്ലാം ഇവിടെ ഞാൻ എഴുതിയില്ലെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്, അല്ലെ? ഓക്കെ, നോക്കിക്കൊള്ളേ, അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻസ് ഉണ്ട്, അല്ലെ? ഫേമസ് കൺസ്ട്രക്ഷൻസ് ആണ് റെഡ് ഫോർട്ട്, അറിയാം. താജ്മഹൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അല്ലാണ്ട് താജ്മഹൽ എന്ന് തന്നെ പഠിക്കാനുണ്ടല്ലോ, ചെറുതായിട്ട് ഒരു 3-4 പോയിന്റ്സ്. നോക്കിയാലേ, ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോസ്ക് ആണ് ഇത്, ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പീകോക്ക് ത്രോൺ. ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ആരുമായി ബന്ധപ്പെട്ടാണ്? ഷാജഹാനുമായി ബന്ധപ്പെട്ടാണ്. ഷാജഹാന്റെ ടോംബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, താജ്മഹലിലാണ്. ഷാജഹാന്റെ ടോംബ് എവിടെയാണ്? താജ്മഹലിലാണ്. താജ്മഹലിനകത്താണ്. താജ്മഹൽ വിസിറ്റ് ചെയ്താൽ ഷാജഹാനെ കാണാം, അല്ല, ഷാജഹാന്റെ ശവകുടീരം കാണാൻ കഴിയും. ഷാജഹാന്റെ ടോംബ് എവിടെയാണ്? താജ്മഹലിനുള്ളിലാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മക്കളുണ്ട്. അതിൽ രണ്ടുപേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് ദാരയും ഒന്ന് ഔറംഗസീബും. രണ്ടുപേരുടെ പേരെ ഇവിടെ പറയുന്നുള്ളൂ. ഔറംഗസീബ്.
അപ്പൊ ഇത്രയാണ് ഷാജഹാനെ കുറിച്ച് പറയാനുള്ളത്. താജ്മഹലിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, അത് ഞാൻ പറയാം. നോക്കിക്കൊള്ളേ. അപ്പൊ ഹുമയൂൺ ആണെങ്കിൽ ക്യാപിറ്റല് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ, പിന്നെ ആരാ ആഗ്രയിലേക്ക് ആക്കിയത്? ഹുമയൂൺ ഡൽഹി ഫത്തേപൂർ സിക്രിയിലോട്ടാക്കി. അക്ബർ ആഗ്ര. ഫത്തേപൂർ സിക്രി ആഗ്രയിലാണ്. അത് എഴുതിയിട്ടില്ലായിരുന്നു, അതാ ചോദിച്ചത്. ഓക്കെ, അല്ല ഫത്തേപൂർ സിക്രി ഞാൻ അത് ഓക്കെ 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 അതാണ് ഫത്തേപൂർ സിക്രി കൺസ്ട്രക്ട് ചെയ്തില്ലേ. ഫത്തേപൂർ സിക്രിയിലോട്ട് എല്ലാം 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 എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷനും ഈ പറഞ്ഞില്ലേ, ഈ ജഹാംഗീർ ജനിക്കുന്നതിന് ഫത്തേപൂർ സിക്രിക്കകത്താണ്. അതായത് ഫത്തേപൂർ സിക്രി എന്ന് പറയുമ്പോ എന്താ പറയാ, എല്ലാ അഡ്മിനിസ്ട്രേഷനും എല്ലാം അങ്ങോട്ട് മാറ്റുന്നുണ്ട്, മനസ്സിലായില്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റി പോലെയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഡെക്കാൻ പോളിസി, ഫോറിൻ പോളിസി, ഇത് രണ്ടും ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ ആരാണ് ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത? മുഗൾ എന്നേ ചോദിക്കത്തുള്ളൂ, അങ്ങനെ എന്നെ ചോദിക്കും. കാരണം ഡെക്കാൻ പോളിസി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത മുഗൾ റൂളർ ആരാണെന്ന് ചോദിച്ചാൽ ഷാജഹാനാണ്. 1638 വർഷം വളരെ ഇമ്പോർട്ടന്റ് അല്ല. ആഗ്രയിൽ നിന്നും ഡൽഹിയിലോട്ട് ക്യാപിറ്റൽ മാറ്റുന്നു. കൺസ്ട്രക്ഷൻസ് ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിൽഡർ ബാദ്ഷാ എന്നറിയപ്പെടുന്നത് ഷാജഹാനാണ്. റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, താജ്മഹല്, പീകോക്ക് ത്രോൺ, മയൂര സിംഹാസനം, ഓക്കെ, അതൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ബ്രിട്ടീഷിലാണെന്ന് തോന്നുന്നു, ഇംഗ്ലണ്ടില്. നോക്കിക്കോളെ, അതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരാണ്? അതെല്ലാം ഷാജഹാനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിനകത്ത് തന്നെയാണ്, മുംതാസിന് അടുത്തായിട്ട്. ഓക്കെ, അവരുടെ ടോംബിന് അടുത്തായിട്ട്. ഇദ്ദേഹത്തിന് 2 മക്കളുടെ പേര് ഞാൻ പറഞ്ഞു. അതിൽ ഔറംഗസീബിനെ നിങ്ങൾക്കറിയാം, ദാര എന്നുള്ള ഒരാളുടെ പേരും കൂടെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ താജ്മഹൽ. വേൾഡ് വണ്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് ഏത്? താജ്മഹൽ. അത് നമുക്കറിയാം. അതുപോലെ എപ്പിക് ഓൺ വൈറ്റ് മാർബിൾസ് എന്നറിയപ്പെടുന്നത്, അതങ്ങനെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതും. എപ്പിക് ഓൺ വൈറ്റ് മാർബിൾസ് എന്നറിയപ്പെടുന്നത് എന്താണ്? താജ്മഹലാണ്. ഡ്രീം ഇൻ മാർബിൾ എന്നറിയപ്പെടുന്നതും താജ്മഹൽ തന്നെയാണ്. ഡ്രീം ഇൻ മാർബിൾ. മാർബിളായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും നിങ്ങൾ എഴുതുമെന്ന് എനിക്കറിയാം. താജ്മഹൽ തന്നെയാണ് നിങ്ങൾ എഴുതത്തുള്ളൂ. അതുപോലെ താജ്മഹലിന്റെ ആർക്കിടെക്റ്റ് ആണ് ഉസ്താദ് ഈസ, അല്ലെ? നിങ്ങൾക്കറിയാം ഉസ്താദ് ഈസ താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തു. ആ കൺസ്ട്രക്ട് ചെയ്ത താജ്മഹൽ പിന്നീട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ 40 സൈറ്റ് ഉണ്ട്. 40 എണ്ണവും എവിടെയാണ്, വന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറി മാറി ചോദിക്കും. ഓക്കെ, അതിൽ കഴിഞ്ഞ വർഷം ആഡ് ചെയ്തു. അപ്പൊ 40 എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഫോട്ടോ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നോക്കിക്കൊള്ളേ, താജ്മഹൽ. അപ്പൊ താജ്മഹലും എന്തിൽ വന്നു? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്ത് അല്ലെങ്കിൽ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്ത വർഷമാണ് 1983. ഒന്നുകൂടെ പറയാം, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റില് ഇൻക്ലൂഡ് ചെയ്ത വർഷമാണ്. താജ്മഹൽ വാസ് ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻ 1983. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഈ 1983 തന്നെയാണ് ആദ്യമായിട്ട് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ഇന്ത്യയിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം താജ്മഹലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ മോണുമെന്റ്സ് എന്ന് ഇങ്ങനെയൊക്കെ പറയാലോ. അതായത് ആർക്കിയോളജിക്കൽ സൈറ്റ് എന്നോ ഹെറിറ്റേജ് സൈറ്റ് എന്നോ മോണുമെന്റ്സ് എന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു കാറ്റഗറി. ഇതില് ട്വിറ്റർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കൺസ്ട്രക്ഷൻ ആണ് ഇത്
താജ്മഹൽ, താജ്മഹൽ, താജ്മഹൽ. ഓക്കെ, ഫസ്റ്റ് മോണുമെന്റ് നീ എവിടെ എഴുതുവാണേ? മോണുമെന്റ് ടു ഹാവ്, ഫസ്റ്റ് മോണുമെന്റ് ഫ്രം ഇന്ത്യ ടു ഹാവ് എ ട്വിറ്റർ അക്കൗണ്ട്. ഏതാണ്? താജ്മഹൽ ആണ്. താജ്മഹൽ ഫസ്റ്റ് മോണുമെന്റ് ഫ്രം ഇന്ത്യ ടു ഹാവ് എ ട്വിറ്റർ അക്കൗണ്ട്. ഓക്കെ, നമുക്ക് പോലും പലർക്കും ട്വിറ്റർ അക്കൗണ്ട് ഇപ്പൊ ഇല്ല, ഇതുവരെ ഇല്ല. താജ്മഹലിനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നിന്നും ട്വിറ്റർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ മോണുമെന്റ് ആണ് ഏത്? താജ്മഹലാണ്. താജ്മഹലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇന്ത്യൻ ഫോഴ്സ് ആണ് CISF. താജ്മഹലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് CISF ആണ്. CISF ആണ്. നിങ്ങൾക്കറിയാം താജ്മഹൽ അതിന്റെ ആ മാർബിൾസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റീസൺ? ആസിഡ് റെയിൻ ആണ് അല്ലെ? ആസിഡ് റെയിൻ ആണ്. സൾഫർ ഡയോക്സൈഡ്. ഓക്കെ, ഇതില് 1983 വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നോക്കിയിരിക്കണം. ഇത്രയാണ് ഷാജഹാനെ കുറിച്ച് പറയാനുള്ളത്. ഷാജഹാന് ശേഷം വരുന്ന ആളാണ് ആര്? ഔറംഗസേബ്. അടുത്ത് പറയാനുള്ള ഔറംഗസേബാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഔറംഗസേബ് പറയാം. ചിലപ്പോൾ സ്പീഡിലാണ് പോകുന്നത്, കാരണം എക്സാംസ് ഒക്കെ അടുത്ത് വരെയല്ലേ. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് കൂടി വായിക്കണേ, അപ്പൊ വേറെയും പോയിന്റ്സ് ഒക്കെ കിട്ടും കേട്ടോ. ഞാനിത് ക്ലിയർ ചെയ്യുവാണ്. അടുത്തതാണ് ഔറംഗസേബ്. ഇദ്ദേഹമാണ് അവസാനത്തെ എംപറർ എന്ന് പറയാൻ പറ്റുന്നത്. ഇതിന് ശേഷം വന്നവരൊക്കെ വലിയ ഗുണമില്ലാത്ത ആൾക്കാരാണ്. ഔറംഗസേബ് ഷാജഹാന്റെ മകനാണ്, അറിയാലോ ഔറംഗസേബ്. 1658 മുതൽ 1707. ഇമ്പോർട്ടന്റ് അല്ല, ചുമ്മാ എഴുതുന്നതാണേ, വെറുതെ എഴുതുന്നതാണ്, ചോദിക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ഇത് മുതൽ ഇതുവരെയൊക്കെയാണ് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. ഔറംഗസേബ്. ഓക്കെ, ആരാണ്? ഷാജഹാന്റെയും മുംതാസിന്റെയും മകനാണ് ആര്? ഔറംഗസേബ്. ഞാൻ ഇവിടെ എഴുതണം, ഷാജഹാൻ വിത്സ് മുംതാസ്. ഷാജഹാൻ. ഓക്കെ, ഷാജഹാന്റെയും മുംതാസിന്റെയും മകനാണ് ആര്? ഔറംഗസേബ്. നോക്കിക്കൊള്ളേ, ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ്, അല്ലെ ഇദ്ദേഹം അറിയപ്പെടുന്നത്, തിരിച്ചേ ചോദിക്കത്തുള്ളൂ, ലിവിങ് സെയിന്റ് സിന്ദാപിയർ. എങ്ങനെ? സിന്ദാപിയർ. അതായത് ലിവിങ് സെയിന്റ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? എന്നറിയപ്പെടുന്ന മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഔറംഗസേബാണ്. ആര്? ഔറംഗസേബാണ്. സിന്ദാപിയർ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ലിവിങ് സെയിന്റ്, അതിന്റെ മീനിങ് ആണ് ലിവിങ് സെയിന്റ് അല്ലെങ്കിൽ സിന്ദാപിയർ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഔറംഗസേബ്. നോക്കിക്കൊള്ളേ, ഞാൻ മുമ്പ് അർജുൻ ദേവനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ, 5ാമത്തെ സിഖ് ഗുരു. അതുപോലെ 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ എക്സിക്യൂട്ട് ചെയ്ത, കൊന്നുകളഞ്ഞ രാജാവാണ് ആര്? മുഗൾ രാജാവാണ് ആര്? ഔറംഗസേബ്. എത്രാമത്തെ? 9th സിഖ് ഗുരു. നമ്മൾ സിഖ് ഗുരുസിനെ കുറിച്ച് പഠിക്കും. ഇങ്ങനെ ഞാൻ ഒരു എക്സാമിന് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്നാണ് സിഖ് ഗുരുസിനെ കുറിച്ച് ചോദിക്കും എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. 9th സിഖ് ഗുരു, എക്സിക്യൂട്ടഡ് 9th സിഖ് ഗുരു, അദ്ദേഹത്തിന്റെ പേരാണ് ഗുരു തേജ് ബഹദൂർ. 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ കൊന്നുകളഞ്ഞ ആളാണ് ആര്? ഔറംഗസേബ്. അതുപോലെ തന്നെ ജസിയ, അക്ബറാണ് അത് നിരോധിച്ചത്. അക്ബറാണ് നിരോധിച്ചത്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ജസിയ നിരോധിച്ചു എന്ന്. എന്നാല് ആ ജസിയ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ആര്? ഔറംഗസേബ്. ഹി റീഇൻട്രൊഡ്യൂസ്ഡ് ജസിയ. റിലീജിയസ് ടാക്സ് ആണ്. റീഇൻട്രൊഡ്യൂസ്ഡ് ജസിയ. ഹി റീഇൻട്രൊഡ്യൂസ്ഡ് ചെയ്ത് ജസിയ. ഔറംഗസേബിന് കണ്ടംപററി ആയിട്ട് ഉള്ള തൊട്ട് താഴെ തന്നെ മറാത്ത നമ്മൾ പഠിക്കുന്ന ഒരു സാമ്രാജ്യമാണ് മറാത്ത എംപയർ. മറാത്തയിലെ രാജാവാണ് ആര്?
ശിവജി കണ്ടംപററി ഓഫ് ഔറംഗസീബ്. ആരാണ്? ശിവജി. അപ്പൊ ഉറപ്പായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാവും അല്ലെ? യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേൾക്കണേ, ശിവജി മറാത്ത രാജാവ്, മറാത്ത എംപയറിന്റെ ഫൗണ്ടർ ആണ് ആര്? ശിവജി. അത് നമ്മൾ പഠിക്കും, ചക്രവർത്തി ശിവജി. ഓക്കെ, നോക്കുക. അപ്പൊ ശിവജി ഔറംഗസീബും തമ്മിൽ എന്തുണ്ടാവും? വാറുണ്ടാവും. ശിവജി ഔറംഗസീബും തമ്മിൽ യുദ്ധം ഉണ്ടായി. ശിവജി ജയിച്ചു. ഓക്കെ, ശിവജി ജയിച്ചു എന്ന് പറഞ്ഞാല് ഔറംഗസീബ് എന്നാല് തോൽക്കുന്നില്ല, ലൈക്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോ രണ്ടുപേര് വാർ നടക്കുമ്പോ ഒരാൾ ജയിക്കാം, ഒരാൾ തോക്കാം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരാൾക്ക് മുൻകൈ നേടാം. അങ്ങനെ ശിവജിയെ ഡിഫീറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? ഔറംഗസീബിന് പറ്റുന്നില്ല. ഡയറക്റ്റ് ബാറ്റിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കിക്കൊള്ളേ, ഞാൻ കാര്യം ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എഴുതാം. ഒരു രാജാവിന്റെ പേരാണ് ജയ്സിംഗ്. ആര്? ജയ്സിംഗ്. കിങ് ഓഫ് ആംബറിലെ രാജാവായ ജയ്സിംഗ്. ഈ ജയ്സിംഗിന്റെ സഹായം ആര്? ഔറംഗസീബ് തേടുന്നു. അപ്പോൾ ജയ്സിംഗ് ഔറംഗസീബും കൂടെ ആരെ? ശിവജിയെ ചതിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാല് ജയ്സിംഗ് പോയി ശിവജിയുടെ അടുത്ത് ഒരു ട്രീറ്റിക്ക് വേണ്ടിയിട്ട് ഔറംഗസീബിനെ പോയി കാണാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ സംസാരിക്കുന്നു. ശിവജി ഔറംഗസീബിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന ശിവജിയെ ജയിലിലടയ്ക്കുന്നു. അങ്ങനെ ശിവജി ജയിലിലടച്ചു. ഏകദേശം 10 വർഷത്തോളം ശിവജിയെ ജയിലിലിട്ടിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ശിവജി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, തിരിച്ചു വന്നിട്ട് ആണ് ചക്രവർത്തി ശിവജി എന്നുള്ള ടൈറ്റിലൊക്കെ സ്വീകരിക്കുന്നത്. അത് നമ്മൾ ശിവജിയിൽ പഠിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഔറംഗസീബ് വേഴ്സസ് ശിവജി വാറുണ്ട്. ശിവജിയെ തോൽപ്പിക്കാൻ ഔറംഗസീബിന് കഴിയുന്നില്ല. അങ്ങനെ ശിവജിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഔറംഗസീബിനെ സഹായിച്ച ആളാണ് ആര്? ജയ്സിംഗ്. ആര്? ജയ്സിംഗ് ആരാണ്? കിങ് ഓഫ് ആംബർ. ഓക്കെ, ആംബറിലെ രാജാവായ ജയ്സിംഗ്. അപ്പോ ഈ ജയ്സിംഗിന്റെ സഹായത്തോടു കൂടി ട്രീറ്റിക്കാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ശിവജിയെ ഇംപ്രിസൺ ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. ജയിലിലടയ്ക്കുന്ന വർഷമാണ് 1665. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ശിവജി അവിടുന്ന് ജയിലിൽ നിന്നും എസ്കേപ്പ് ആവുകയാണ്. ഓക്കെ, നമ്മൾ ശിവജിയിൽ പഠിക്കും. ഓക്കെ, ഇതാണ് ഔറംഗസീബ് ശിവജിയും തമ്മിലുള്ള കാര്യങ്ങൾ പറയാൻ നേരത്തുള്ളത്. ഓക്കെ, നോക്കിക്കൊള്ളേ. 1707 ഔറംഗസീബ് മരിക്കുന്നു. ഔറംഗസീബിന്റെ ടോംബ് എവിടെയാണ് സ്ഥിതി ചെയ്യണതെന്ന് ചോദിച്ചാൽ ദൗലത്താബാദിലാണ്. എവിടെയാണ്? ദൗലത്താബാദ്. ഹുമയൂണിന്റെ ടോംബ് എവിടെയാ ഞാൻ പറഞ്ഞേ? നോക്കിയിട്ട് പറയോ? ഡൽഹി തന്നെയല്ലോ. ഓക്കെ, അപ്പൊ ബാബർ കാബൂള്, ഹുമയൂൺ ഡൽഹിയില്, അക്ബർ സിക്കന്ദര ആഗ്രയാണ്, ലാഹോറിലാണ് ആര്? ജഹാംഗീർ, ആഗ്രയിൽ താജ്മഹലിലാണ് ആര്? ഷാജഹാൻ, ദൗലത്താബാദിലാണ്. എല്ലാം പല പല സ്ഥലങ്ങളിലാണ്, അതുകൊണ്ട് ചോദിച്ച കൺഫ്യൂഷൻ ആവും. ദൗലത്താബാദ്. ഓക്കെ, ദൗലത്താബാദ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞവരുടെ എല്ലാം ടോംബ് ഇരിക്കുന്നു. ഇവിടെയൊക്കെ പോയാൽ ഇവരെ കാണാൻ കഴിയും. ഓക്കെ,
ഇതാണ് ഔറംഗസീബിനെ കുറിച്ച് പറയാനുള്ള. ഇതിൽ ഔറംഗസീബിന്റെ ഗുരു തേജ് ബഹദൂറിനെ കൊന്നില്ലേ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. തേജ് ബഹദൂറിനെ കൊന്നത് 9ാമത്തെ സെക്യൂർ. അതുപോലെ ജസിയെ റീ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ആരാണെന്ന് ചോദിച്ചാല് ആരാണ്? ഔറംഗസീബാണ്. സിന്ദ പീർ, ലിവിങ് സെയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഔറംഗസീബാണ്. ഓക്കെ. ഔറംഗസീബിന്റെ ആർക്കിടെക്ചേഴ്സിൽ വരുന്നതാണ്, കൺസ്ട്രക്ഷൻസിൽ വരുന്നതാണ് ബീബി കാ മക്ബറ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇതറിയപ്പെടുന്നത് താജ്മഹൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്. ഇത് അറിയപ്പെടുന്നത് എവിടെയാണ്? ഔറംഗാബാദിലാണ്. താജ്മഹൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ ആണ് ഇത്. ഓക്കെ. താജ്മഹൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ ആണ് ഏത്? ബീബി കാ മക്ബറ. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രിഡിസസർ എന്ന് വെച്ചാല് തൊട്ടു മുമ്പുള്ളത്, സക്സസർ ശേഷം വരും. ഓക്കെ. അപ്പൊ നോക്കിയോളേ, പ്രൊഡ്യൂസർ ഓഫ് താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത് ഹുമയൂൺസ് ടോംബ് ആണ്. പിന്നെ പറയുന്നത് താജ്മഹൽ. എന്നാൽ സക്സസർ ഓഫ് താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത് ബീബി കാ മക്ബറയാണ്. ഓക്കെ. അതൊന്നും നോക്കിക്കോളെ, ഹുമയൂൺസ് ടോംബ്, താജ്മഹൽ, ബീബി കാ മക്ബറ. ഓക്കെ. അപ്പൊ പറഞ്ഞു തന്നത് ബീബി കാ മക്ബറ. അത് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? ഔറംഗസേബാണ്. നോക്കിക്കോളെ, മോത്തി മസ്ജിദ്, ഡൽഹിയിലെ റെഡ് ഫോർട്ടില് മോത്തി മസ്ജിദ്.